നമ്മളിതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം കൂണ് പിഴിയുമ്പോൾ തന്നെ അതിൽ വെള്ളമുണ്ട്. കൂണ് നമ്മൾ ചെറുതായി നുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. കാരണം എന്താണ്, ഈ കൂണിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരു അരമുറി തേങ്ങ ചിരകിയതുണ്ട്. ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞേക്കാണ്. കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, ചെറിയ 2 അല്ലി വെളുത്തുള്ളി. അപ്പം നല്ല കിടുക്കാച്ചി കൂണുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ എന്തായിരുന്നു? നാടൻ കൂണുകറിയായിരുന്നു. അന്നേരം ഞാൻ കുറച്ച് കൂണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം കുറേ കുഞ്ഞു കൂണുകൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് എന്താ അടിപൊളി കൂണ് തോരൻ ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല നാടൻ കൂണുകറിയായിരുന്നു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതെവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടിട്ട് വരണേ. ഇന്ന് നമ്മൾ വെക്കുന്നത് തേങ്ങ ഒന്നും വറുത്തരയ്ക്കേണ്ട, വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കൂണ് തോരനാണ്. ഇത് ഞാൻ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് പറിച്ചതാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കില്ലേ, ആ പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കൂണ് തോരൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആദ്യം കിട്ടിയ ചെറിയ കൂണുണ്ടല്ലോ, അത് അധികം ക്ലീൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ഞാൻ നേരത്തെ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഈ കൂണൂടെ അതുപോലെ ക്ലീൻ ആക്കിയിട്ട്, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ വെള്ളത്തിലേക്ക്, മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. കൂണ് നമ്മൾ ചെറുതായി നുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. കാരണം എന്താണ്, ഈ കൂണിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. കൂണുതോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരകിയതുണ്ട്. ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞേക്കാണ്. പിന്നെ ഗരം മസാല. ഈ ഗരം മസാലയ്ക്ക് പകരം നമുക്ക് പെരിഞ്ചീരകം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക്, അത് പച്ചമുളകോ കാന്താരിമുളകോ എന്തും ആവാം. ഞാനിവിടെ കുറേ മുളകുണ്ട്. ഇതിൽ ഒരെണ്ണം ഭയങ്കര എരിവാണ്, അപ്പോൾ ഞാൻ ഒരെണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, ചെറിയ 2 അല്ലി വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ, ഉപ്പ്, വെള്ളം. ഇത്രയുണ്ടെങ്കിൽ നമുക്കൊരു കൂണുതോരൻ റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും ഒരു 1/4 സ്പൂൺ മഞ്ഞളും ഒരു മുളക് കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. കൂണിനുള്ള അരപ്പ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൂണ് വെള്ളം കളഞ്ഞ് നന്നായി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, പാൻ ചൂടായി വന്നിരിക്കുന്നു. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഈ കടുക് താളിച്ചതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർക്കുന്നു. ആ കൂണിലേക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം കൂണ് പിഴിയുമ്പോൾ തന്നെ അതിൽ വെള്ളമുണ്ട്. പിന്നെ ഞാൻ അരപ്പിൻ്റെ പാത്രം കഴുകി ഒരു പൊടിക്ക് ഒരു സ്പൂണ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. ഒരു കുറച്ച് സമയം കൂടെ
വേവിച്ചെടുക്കാം. കൂണുതോരൻ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂണുതോരൻ ഇതാ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടില്ല, നോക്കട്ടെ. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കൂണ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. വീഡിയോ ആണിത്. ഫോട്ടോ കഴിഞ്ഞോ? അപ്പം നല്ല കിടുക്കാച്ചി കൂണുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് വിശക്കും. ഫോട്ടോ